എടാ ശാപ്പാടിന് സമയ എണീക്ക്. കഴിച്ചോളൂ. ഇട്ടോളൂ. ഇതാ ഇപ്പൊ സമാധാനായല്ലോ. താങ്ക്സ് സർദാർ. ഇപ്പൊ പറ്റില്ല ഹണി ബണി, എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായിരിക്കാ. ഓ നീ ഇത് കണ്ടോ? ഓ സർദാർ, കാലാവസ്ഥ ഒട്ടും ശരിയല്ല കേട്ടോ. ആരും പുറത്തേക്ക് കാല് കുത്താതെ നീ വേണം ഇവരെയൊക്കെ നോക്കാൻ. ഓക്കേ മാഡം. ഹണി ബണി ഗോ. എന്നാ പിടിച്ചോ. അതെ, പച്ചമുളക് കുത്തിക്കയറ്റ. എല്ലാ തത്തകൾക്കും പച്ചമുളക് ഇഷ്ടമല്ല. ഓയ്, അപ്പൊ ഇവനെന്താ തത്തയല്ലേ? കഷ്ടം. അളിയാ, ഈ പാലും കോൺഫറൻസ് കഴിച്ച് എനിക്ക് ഗ്ലാമർ കൊണ്ടിരിക്കുക. ഗ്ലാമർ മാറുന്നു നോക്കട്ടെ. ഇല്ലട പണ്ണി, നമ്മുടെ രൂപ എപ്പോഴും പഴയ കണ്ടംപൂച്ചയുടെ തന്നെ. പാർട്ടി ടൈം പൊന്നളിയാ, പാർട്ടി ടൈം, പാർട്ടി ടൈം. അല്ല, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? മാഡത്തിന്റെ ഫ്രൂട്ട്സ് അതവിടെ തിരിച്ചു വെക്കേ. ഇന്നാ പിടിച്ചോ. ഈ കണ്ണ് യജമാനന്റേതാ. ഞാൻ നിനക്കിട്ട് വെക്കട്ടെ ഒരു വെടി. എടാ, എനിക്ക് ഇപ്പൊ തന്നെ കുറച്ച് മധുരം കഴിക്കണം. തൊട്ടു പോകരുത്. ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ നീ എങ്ങാനും കൈ വെക്കുകയാണെങ്കിൽ നീ എന്റെ സ്വഭാവം മാറ്റരുത്. മാറ്റിയ ഞാൻ എന്താ ചെയ്യാന്ന് അപ്പൊ പറയാവേ. ഓയ്, ഗോവ ജെല്ലി ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്തോന്ന്? ഗോവയോ? എവിടെ എവിടെ എവിടെന്ന് പറ. അതാ അങ്ങോട്ട് നോക്ക്, ജനാലയ്ക്ക് അപ്പുറത്തുണ്ട്. അവിടെ നിക്ക്. നീ എങ്ങാനും കഥ തുറന്ന് പുറത്തേക്ക് എങ്ങാനും പോവുകയാണെങ്കിൽ. ഓയ്, എന്റെ കൊച്ചളിയ, ഇവർ തടഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവൻ ജനാല വഴി പുറത്തു പോവാനുള്ള സാധ്യതയുണ്ടല്ലോ. അതെയോ? കൊച്ചളിയ, ഇവനൊരു പമ്പര വിടി തന്നെയാ. ആ വാതിലിന്റെ അടുത്ത് ഇവനെ തടയാനായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. എന്തുവാടാ ഇത്? ജനലിനടുത്തും വാതിലിനടുത്തും നിന്ന് ഗോളിയാവാൻ നോക്കുവാണോ നീ? ഗോവൻ ജെല്ലി കഴിക്കണമെന്ന് വിചാരിച്ചാ ഞാൻ കഴിച്ചിരിക്കുവേ. പോപ്പട്ട്, മാഡം നമ്മളോട് പുറത്തിറങ്ങി കാല് കുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ പറയുന്നത് പോലെ പുറത്ത് ഞാൻ കാല് കുത്തില്ല. പറന്ന് ഞാൻ പോയിട്ട് ഗോവ ജെല്ലിയായിട്ട് ഉടനെ ഞാൻ തിരിച്ചു വന്നേക്കാം. സംശയമുണ്ടോ? ആ, ഇവൻ പറഞ്ഞത് ശരിയാടാ. മാഡം പറഞ്ഞത് പുറത്ത് കാലു തരുന്നെന്നാ. ഇവൻ പറന്ന് കലക്കി പൊളിച്ചു, കലക്കി, തിമിർത്തു. ഇന്നെന്തായാലും എനിക്കുള്ള അത്താഴം ഉഗ്രൻ തന്നെ. വാവ്, ഗ്രീൻ ഈസ് ഹെൽത്തി. ഇന്ന് ഞാൻ ഇവനെ കടിച്ചു പറിച്ച് തിന്നും. ഹണി ബണി, പോപ്പറ്റിനെ ഒരു കഴുകൻ ആക്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാതാവിനെ തിന്നും. പേടിക്കണ്ട മച്ചു, അല്പസമയത്തിനകം അവന്റെ കഥ തീരും. അല്ലേ കൊച്ചളിയ? അളിയൻ പറഞ്ഞാ ശരി. ഇടാ, അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ. അവനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? വേണ്ടളിയാ, ആരോ പറയുന്നത് കേട്ടു. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്ന്. മാഡത്തിന്റെ വാക്ക് അനുസരിക്കണം. എടാ പ്ലീസ് ഹണി ബണി, പ്ലീസ്. ഇല്ല, ഇത് എന്റെ ആജ്ഞയാണ്. ഇതെന്റെ ആജ്ഞ പോലത്തെ ഒരു അപേക്ഷയാണെന്ന് വിചാരിച്ചാ മതി. അപേക്ഷ ആയതുകൊണ്ട് അനുസരിക്കാം. ആരും ആജ്ഞാപിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അറിയാലോ. താങ്ക് യു. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അതെ, ഒന്ന് മാറൂ. മാറ്. അട്ടെ, എന്റെ കാലിന് എവിടെ പോയി? യോ,
അതെ, ഇവൻ എന്തായി കാണിക്കുന്നത്? രക്ഷിക്കുകയാണോ അതോ കൊല്ലാൻ നോക്കുവാണോ? അയ്യോ, ഞാൻ തളർന്നുപോയി. ആ കൂടാരത്തിൽ പോയി ഒന്ന് വിശ്രമിക്കാം. ഓ, ഇന്നും എന്റെ അത്താഴം മുടങ്ങി. വരൂ, നമുക്ക് ഇതിന്റെ അകത്ത് പോയി പോപ്പട്ടിനെ രക്ഷിക്കാം. നിനക്കെന്താ വട്ടുപിടിച്ചോ? ആ സർക്കസ് ഇറങ്ങാനും പിടിക്കുകയാണെങ്കിലേ ജീവിതാവസാനം വരെ റിങ്ങി കിടന്ന് റൗണ്ട് അടിക്കേണ്ടി വരും. ആ എന്റെ എളിയ മണ്ടത്തരം പറയല്ലേ. സർക്കസിലുള്ളവരൊക്കെ ബുദ്ധിയുള്ളവരാ, അവർക്ക് മണ്ടന്മാരെ ആവശ്യമില്ല. അയ്യോ തെറ്റി, ക്ഷമിക്ക്, ടാങ്ക് ഒന്ന് ടെസ്റ്റ് ആയി ഏയ്, പോയതാ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ മിണ്ടാതെ അകത്തേക്ക് പോയി പോപ്പട്ടിനെ പൊക്കിക്കൊണ്ട് പുറത്തേക്ക് വരണം. അതെ, വെപ്രാളത്തിൽ പറന്ന് ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ പൊന്നിച്ചക്കരെ, നീ എന്തിനാ എപ്പോ നോക്കിയാലും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നേ? ഇനി നീ എങ്ങനെ പുറത്തേക്ക് പോകുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടാലേ നീയൊക്കെ പഠിക്കും. ഓയ്, ആ. മിണ്ടാതിരിക്കേ. ഞാനൊരു വഴിപോക്കനായിരുന്നു, എന്നോട് ക്ഷമിക്കണേ. ഓ, ഓയ്, ആ. എല്ലാവരും കണ്ടുകൊള്ളൂ, നമ്മുടെ ഒരു ഇന്ത്യൻ പാരറ്റ് ഇപ്പോൾ ചില്ലി കഴിക്കാൻ പോവുകയാണ്. എന്തുവാണോ ഇത്? ഈ മുളകിന് എന്നെക്കാളും ഇരട്ടി വലിപ്പമുണ്ടല്ലോ. മനുഷ്യനെ ഒരുമാതിരി പടിയാക്കാൻ നോക്കരുത്. എന്തിനാ ഇങ്ങനെ വൺസ് മോർ ചോദിക്കുന്നേ? ഒരു കടിക്ക് തന്നെ വയറ് കത്തിപ്പോയി. അതേ വെള്ളം. മിണ്ടരുത്. കൊച്ചളിയ, ഇവിടെ മനുഷ്യരുടെ കാല് മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുക. നിങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ഐറ്റത്തിന്റെ സമയമായി. എടാ, ഞാനേ പാല് കുടിക്കാതെ വന്ന്. നീ എന്തായി പറയുന്നേ? നമ്മുടെ കഥ തീരാൻ പോവാ. നിനക്കാണെങ്കിൽ പാല് കുടിക്കാത്തതിന്റെ വിഷമം. അല്ലടാ. എടാ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അടുത്ത് നമ്മുടെ ഐറ്റാവാ. അവനെ കണ്ടപ്പോ ജനങ്ങളുടെ ആരവം കണ്ടില്ലേ? അവനെക്കാളും എന്റെ പാർട്ണർ അടിച്ച് തീവ്രക്ക് നോക്കിക്കോ. അത് ശരി. ആട്ടെ, എവിടെയാ നിന്റെ പാർട്ട്ണർ? നീയാണ് എന്റെ പാർട്ണർ. എന്ത്, ഞാനോ? അതൊന്നും വേണ്ട സാർ. ഞാൻ സോഫയിൽ താഴെ നോക്കിയാൽ തന്നെ തല കറങ്ങുന്ന ആളാ. എനിക്കൊന്നും കഴിയില്ല സാർ. പാർട്ണർ വേഗം പോ, ജനങ്ങൾ കണ്ട് സന്തോഷിക്കട്ടെ. സാർ, ഇല്ല സാർ, എനിക്കത് കഴിയില്ല സാർ. ഞാൻ പറയുന്ന കേൾക്കരുത് സാർ. സാറെ വിട്ടേക്കല്ലേ. താഴെ വരുമ്പോ ഞാൻ നാരങ്ങ മുട്ടായി വാങ്ങിച്ചാൽ എന്നെ വിട്ടേക്കല്ലേ സാർ. നമ്മുടെ അടുത്ത ഐറ്റമാണ് കണ്ടൻ പൂച്ചയുടെ കണ്ണുകെട്ടുകളി. ഹായ്. ഇവർക്ക് സിംഹത്തെ പോലും പേടിയില്ല. കൊള്ളാം, ബാലൻസിങ്. അളിയോ, നമ്മളൊക്കെ പേടിപ്പെടുത്താൻ പറ്റുമോ? ശരിയല്ലേ? കൊച്ചളിയ, താഴോട്ട് കണ്ണ് തുറന്നൊന്ന് നോക്ക്. ഒരു പക്ഷേ ഇവൻ താഴോട്ട് വീഴുകയാണെങ്കിൽ സിംഹത്തിന്റെ വായിലേക്കായിരിക്കും വീഴുന്നത്. പക്ഷേ ഇവൻ അതിന് പേടിക്കില്ല. കണ്ടില്ലേ അവൻ എത്ര മനോഹരമായിട്ടാണ് നടന്നു പോകുന്നതെന്ന്. അയ്യോ, പൂച്ച പൂച്ച പൂച്ച, കറുത്ത വെള്ള പൂച്ച, തുപ്പിയിട്ട പൂച്ച. കൊച്ചളിയ, ഇത് പിടിച്ചോ. താങ്ക് യു അളിയാ, താങ്ക് യു. ആഹാ, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ആദ്യം കണ്ട ഐറ്റം തന്നെയാണ് വീണ്ടും ഇവിടെ നിങ്ങൾക്കായി നടക്കുവാൻ പോകുന്നത്. എടേ, നിങ്ങൾ രണ്ടുപേരും എന്നെ രക്ഷിക്കാൻ വന്നാണോ അതോ സർക്കസിൽ ജോലി നോക്കാനോ? നിങ്ങൾക്ക് അറിയൂടെ, ഇവൻ എന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ. ഇപ്പൊ കണ്ടോളൂ, ഈ മൊറീഷ്യസ് മുളകിനെ നമ്മുടെ നാടൻ തത്ത എങ്ങനെ കഴിക്കുവാൻ പോകുന്നു എന്ന്. താൻ തീറ്റിക്ക് ആ മുളകന്റെ വായിക്കത്തോട്ട് കേട്ട് ഞാൻ തന്നെ ശപിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ താനും തന്റെ കുടുംബവും മുളകില്ലാത്ത ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇതെന്റെ ശാപം. എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. ഇവിടെ നിന്നാലേ നീ തന്തൂരിയായി മാറും.
നിങ്ങൾ കാരണം ഇന്ന് എന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു. എനിക്കിനി ഒരു ജെല്ലി വേണ്ട. ആഹാ ഗുഡ് ബോയ്സ്. എന്തായാലും ആരും പുറത്തെങ്ങും പോയില്ലല്ലോ. നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ എന്താ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗോവ ജെല്ലി.